ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ന്യൂ എൻഡോമെൻറ്റ് പ്ലാനിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ പ്ലാനിൻ്റെ ടേബിൾ നമ്പർ 714. ഈ പോളിസിയിൽ ചേരുന്നതിന് വേണ്ട മിനിമം പ്രായം 8 വയസ്സാണ്. മാക്സിമം പ്രായം 50 വയസ്സാണ്. മിനിമം മെച്യൂരിറ്റി പ്രായം 20 വയസ്സാണ്. മെച്യൂരിറ്റി മാക്സിമം 75 വയസ്സാണ്. മിനിമം പോളിസി ടേം 12 വർഷമാണ്. മാക്സിമം പോളിസി ടേം 35 വർഷമാണ്. മിനിമം സം അഷ്വേർഡ് 2 ലക്ഷമാണ്. ഇതിൻ്റെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ സം അഷ്വേർഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് ലഭിക്കും. മെച്യൂരിറ്റി ബെനിഫിറ്റ് സം അഷ്വേർഡ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് പ്ലസ് ബോണസ്. ഇതിനകത്ത് ലഭ്യമായ റൈഡേഴ്സ് ആക്സിഡൻ്റൽ ഡെത്ത് ഡിസബിലിറ്റി ബെനിഫിറ്റ്, ആക്സിഡൻ്റൽ ബെനിഫിറ്റ്, ടേം റൈഡർ, പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് എന്നീ റൈഡറുകൾ അവൈലബിൾ ആണ്. പ്രീമിയം പേയ്മെൻറ്റ് മന്ത്ലി ആയിട്ട് അടയ്ക്കാം, ക്വാർട്ടർലി ആയിട്ട് അടയ്ക്കാം, ഹാഫ് ഇയർലി ആയിട്ട് അടയ്ക്കാം, ഇയർലി ആയിട്ട് അടയ്ക്കാം, നാച്ച് സംവിധാനത്തിലൂടെ അടയ്ക്കാം. ഇതിനകത്ത് സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു സൗകര്യമുണ്ട്. സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ നമുക്ക് പോളിസി മെച്യൂരിറ്റി ആവേ അല്ലെങ്കിൽ ഡെത്ത് ക്ലെയിം സംഭവിക്കുകയോ ചെയ്താൽ ഈ പോളിസിയുടെ മൊത്തം എമൗണ്ട് നമുക്ക് 5 വർഷമോ 10 വർഷമോ 15 വർഷമോ ആയിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഈ സറണ്ടർ വാല്യൂ പോളിസി എടുത്ത് 1 വർഷം പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ലോൺ എടുക്കാനായിട്ടുള്ള സൗകര്യം പോളിസി എടുത്ത് 1 വർഷം പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഈ സെറ്റിൽമെൻറ്റ് ഓപ്ഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് സെറ്റിൽമെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ എടുക്കുമ്പോൾ മാസം മിനിമം 5000 രൂപയെങ്കിലും നമുക്ക് മന്ത്ലി കിട്ടാവുന്നത് തരത്തിലുള്ള തുക ഉണ്ടാവണം. അതുപോലെ തന്നെ ക്വാർട്ടർലി ആണെങ്കിൽ മിനിമം 15000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. ഹാഫ് ഇയർലി ആണെങ്കിൽ 25000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. ഇയർലി ആണെങ്കിൽ 50000 രൂപയെങ്കിലും ഉണ്ടായിരിക്കണം. ഈ പ്ലാൻ ഇന്ന് ഇന്ത്യയിൽ LIC വളരെ ചിലവഴിച്ച് വിറ്റഴിഞ്ഞ് പോകുന്ന ഒരു പോളിസിയാണ്. കാരണം ഇതൊരു ജനകീയമായ ഒരു പോളിസിയാണ്. ബാങ്കിൽ RD അക്കൗണ്ടിൻ്റെ അതേപോലെ തന്നെയുള്ളൊരു സ്കീമാണിത്. റെക്കറിംഗ് ഡെപ്പോസിറ്റിന് നമ്മൾ അടയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു കാലാവധി തിരഞ്ഞെടുത്ത് ആ കാലാവധി വരെ പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മൾ അടച്ചിരിക്കുന്ന എമൗണ്ടും അതിൻ്റെ ബോണസും ഫൈനൽ അഡീഷണൽ ബോണസും ലഭിക്കും. 15 വർഷമേ അതിൻ്റെ മുകളിലുള്ള പോളിസികൾക്കാണ് ഫൈനൽ അഡീഷണൽ ബോണസ് ലഭിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒരു RD അക്കൗണ്ട് ചെയ്യുന്ന മാതിരി തന്നെ ഇതിനകത്ത് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഇയർലി ആയിട്ട് അടച്ച് നമുക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ എമൗണ്ട് കിട്ടും. നമ്മെ സംബന്ധിച്ച് 1 വർഷത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ലോൺ എടുക്കാം. 1 വർഷത്തിന് ശേഷം നമ്മൾ പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചായാലും സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളെ സംബന്ധിച്ചായി കഴിഞ്ഞാലും അതിന് ഇത്തരത്തിലുള്ള ഒരു കൈകാര്യം ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് ഒരു കമ്പൽസറി സേവിങ്സ് പോലെ മാറിക്കിടക്കും. പിന്നെ ഇത് വർഷങ്ങളായി ഇതിൻ്റെ പല തരത്തിലുള്ള പുതിയ വെർഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് എൻഡോമെൻറ്റ് പോളിസി ടേബിൾ 14, പിന്നെ പുതിയ വർഷം വന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ വെർഷൻ ന്യൂ എൻഡോമെൻറ്റ് പോളിസി ടേബിൾ നമ്പർ 714 ഇതെന്തുകൊണ്ടും ഈ പോളിസിയിൽ ചേരുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്പൽസറി സേവിങ്സ് നമുക്ക് ഇപ്പോൾ ബാങ്കിൽ നമ്മൾ സേവിങ്സ് ബാങ്കിലിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സസ് ക്യാഷ് ഉണ്ടാകുന്നതുകൊണ്ട് അടയ്ക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് വീതം വെച്ച് അടയ്ക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിയുമ്പോൾ വിഡ്രോ ചെയ്തു പോകും. ഇതാകുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ അടയ്ക്കും. അത് നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഇത് ഉള്ളതോടൊപ്പം തന്നെ ഇതും കമ്പൽസറി ആയിട്ട് നമ്മൾ അടച്ചു പോകും. നമുക്ക് ആ നിശ്ചിത കാലം കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു എമൗണ്ട് കിട്ടും. പിന്നെ ഇത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു പ്ലാനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും വിശ്വസിച്ച് ധൈര്യമായിട്ട് നമുക്ക് ചേരാം. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പരിപൂർണ ഉടമയിലുള്ള സ്ഥാപനം. LICയിലുള്ള നിക്ഷേപത്തിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ 69 വർഷമായിട്ട് വളരെ കാര്യക്ഷമമായി ലാഭത്തിൽ പോകുന്ന സ്ഥാപനമാണ്. ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമാണ്. ഇന്ത്യയിൽ കമ്പനികളുടെ
റാങ്കിങ് ലിസ്റ്റിൽ LIC വകുപ്പിൻ്റെ 4-ാം സ്ഥാനത്തുണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ റാങ്കിങ് സ്ഥാനത്ത് LIC 1-ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ലോകത്തിൽ നിന്ന് നാനാഭാഗങ്ങളിൽ നിന്നും ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡുകൾ ധാരാളം വാരി കൂട്ടിയിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ഇന്ത്യയിലും വിദേശത്തും ആയി ധാരാളം അവാർഡുകൾ എല്ലാ വർഷവും LIC വാങ്ങിക്കൂട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇന്ത്യ ഒട്ടുക്ക് ബ്രാഞ്ചുകളും സർവീസ് സെൻറ്ററുകളും ഏജൻറ്റുമാരും അടങ്ങിയ ഒരു ബൃഹത്തായ ഒരു സ്ഥാപനമാണ്. നിക്ഷേപകർക്ക് കൃത്യമായ പൈസയും ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും കിട്ടാതിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചേർക്കാനായിട്ട് പോകുന്ന ഏജൻറ്റുമാരുടെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വർഷങ്ങളായി തഴക്കവും പഴക്കമുള്ള ആളുകളാണ്. ഞാനിപ്പോൾ തന്നെ 46 വർഷമായി ഈ ജോലിയിൽ വ്യാപൃതനായിട്ട്. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷപ്രദമായിട്ട് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കക്ഷികളെ, നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് കൃത്യമായ അതിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കൊടുക്കുവാനും വീണ്ടും വീണ്ടും അവരെ ചേർക്കുവാനായിട്ടുള്ള ഒരു അവസരമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചേർന്നതോടുകൂടി കാര്യം കഴിഞ്ഞു. ഇത് വീണ്ടും വീണ്ടും ആ ഫാമിലിയിൽ നമ്മളിങ്ങനെ പോളിസി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പഴഞ്ചൊല്ലി പറയുന്ന മാതിരിയാണ്, നെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം അടയ്ക്കാനൊക്കെ ഒരു മടിയുണ്ടാവും. പക്ഷേ പിന്നീട് അതിൻ്റെ മധുരം മനസ്സിലാക്കി ആ പോളിസി മെച്യൂറായി പൈസ വാങ്ങിക്കുമ്പോൾ വീണ്ടും എഴുതും. അപ്പോൾ അതുകൊണ്ട് മനോഹരമായ പ്ലാനാണ്, LICയുടെ പ്ലാനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യം. LIC ഓഫ് ഇന്ത്യയുടെ പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് എല്ലാ ആളുകളും ഇതിനകത്ത് ചേരുന്നതിനും തുടർ സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെടുക. PO ദേവസി, മൊബൈൽ നമ്പർ 94 46 21 50 19. ഒന്നുകൂടിയും പറയാം, മൊബൈൽ നമ്പർ 94 46 21 50 19. ഓക്കെ.